അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1283, സൂറത്തു തൗബ 25 മുതൽ 27 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. لقد نصركم الله في مواطن كثيرة. ധാരാളം യുദ്ധരംഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. വയൗമ ഹുനൈനിൻ, ഹുനൈൻ യുദ്ധം നടന്ന ദിനത്തിലും അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ഇത് അഅജബത്കും കസറത്തുക്കും, നിങ്ങളുടെ ആളുകളുടെ വർധനവ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ സമയത്ത്, ഫലം തുഗ്നി അൻകും ശൈഅ, എന്നിട്ട് ആ വർധനവ് നിങ്ങൾക്കൊരു ഉപകാരവും നേടിത്തന്നില്ല. വലാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്ത്, ഭൂമി വിശാലമായതോടുകൂടെ തന്നെ ആ ഭൂമി നിങ്ങളുടെ മേൽ കുടുസായി നിങ്ങൾക്ക്. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. സുമ്മ അൻസലല്ലാഹു സക്കീനത്തഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, പിന്നീട് അല്ലാഹു തആല അവിടുത്തെ പ്രവാചകരുടെയും സത്യവിശ്വാസികളുടെയും മേലിൽ അവന്റെ സമാധാനം ഇറക്കി കൊടുത്തു. വഅൻസല ജുനൂദല്ലം തറൗഹ, നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെയും അല്ലാഹു തആല ഇറക്കി. വഅസ്സബല്ലദീന കഫറു, സത്യനിഷേധികളെ അല്ലാഹു തആല ശിക്ഷിക്കുകയും ചെയ്തു. വദാലിക ജസാഉൽ കാഫിരീൻ, സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം അതാകുന്നു. സുമ്മ യതൂബുല്ലാഹു മിൻ ബഅദി ദാലിക അലാ മൻ യശാ, പിന്നീട് അല്ലാഹു ഉദ്ദേശിച്ചവരുടെ മേലിൽ പശ്ചാത്താപം സ്വീകരിച്ചു. അതിനുശേഷം വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല അടിമകളുടെ ദോഷങ്ങൾ വല്ലാതെ പൊറുക്കുന്നവനും അവരോട് വലിയ കാരുണ്യം കാണിക്കുന്നവനുമാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കുറെ സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, സന്താനങ്ങൾ, അതേപോലെ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ധനങ്ങൾ, കച്ചവടങ്ങൾ, അതേപോലെ താമസ സ്ഥലം, വീടുകൾ ഉൾപ്പെടെ ഭൗതിക സംവിധാനങ്ങളെക്കാളെല്ലാം അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് പ്രിയപ്പെട്ടതായി മാറണം. അങ്ങനെ ദീനിന്റേതായിട്ടുള്ള നന്മയും ദീനിന്റെ പുരോഗതിയുമാണ് ദുനിയാവിന്റെ പുരോഗതിയെക്കാളും ദുനിയാവുമായി ബന്ധപ്പെട്ട കെട്ടുപാടുകളെക്കാളും നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ ആയത്തുകളിൽ. അങ്ങനെ സൂചിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ആളുകൾക്കതൊരു വല്ലാത്ത പ്രയാസമായി അനുഭവപ്പെടുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിലുള്ള ആളുകളിൽ നിന്ന് ചിലരോടുള്ള ബന്ധത്തെ അങ്ങ് മുറിച്ചു കളയുക എന്നൊക്കെ പറഞ്ഞാൽ അത് മാനസികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഗതിയായിരിക്കുമല്ലോ പലർക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണ്? ദീനിന്റെ പുരോഗതി ഉദ്ദേശിച്ചുകൊണ്ട്, പടച്ചവന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിന്റെ നേട്ടങ്ങൾ വർജിക്കാനും ഒഴിവാക്കാനും ഒരാൾ തയ്യാറായാൽ അല്ലാഹു തആല ഭൗതികമായ പുരോഗതിയും ആത്മീയമായ നേട്ടങ്ങളും രണ്ടും നൽകിക്കൊണ്ടവരെ ആദരിക്കും എന്നതിനുള്ളൊരു തെളിവായിട്ടാണ് വാസ്തവത്തിൽ അല്ലാഹു തആല ഇനിയുള്ള സൂക്തങ്ങൾ പറയുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവർ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. മുമ്പൊന്നുമില്ലാത്ത വിധം ശക്തമായിട്ടുള്ള ഒരു ആൾബലത്തിന്റെ കൂടെയാണ്, അതേപോലെ ആയുധങ്ങളുടെയും നല്ല ഒരു സപ്പോർട്ടോടുകൂടെയാണ് നബിതങ്ങളും സഹാബത്തും യുദ്ധത്തിന്റെ രംഗത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ചില ആളുകൾ ഇത്ര വരെ പറഞ്ഞുപോയി, എന്താണ്? ലൻ നുഗ്ലബൽ യൗമ മിൻ ഖില്ല, ആളുകളുടെ അംഗസംഖ്യ കുറവായതുകൊണ്ട് ഇന്നെന്തായാലും നമ്മൾ പരാജയപ്പെടുത്തപ്പെടില്ല എന്ന്. വാസ്തവത്തിൽ ആളുകളിലേക്ക് അവർ അഭയം പ്രാപിച്ചതുപോലെ
അള്ളാഹുവിന്റെ സഹായമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് ചിന്തിക്കുന്നതിന് പകരം ആൾബലമുണ്ടായാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷയുടെ ഒരു ഭാഗമാണെന്ന് അവർ ചിന്തിച്ചതുപോലുള്ള ഒരു ദുസ്സൂചനയുള്ള പദപ്രയോഗമായി. അവർക്ക് യഥാർത്ഥത്തിൽ അത്തരം ഉദ്ദേശമുണ്ടായിട്ടല്ല. അങ്ങനെ വന്നപ്പോൾ ഈ വലിയ ജനക്കൂട്ടമുണ്ടായിട്ടും മുസ്ലിമീങ്ങൾക്ക് പ്രഥമഘട്ടത്തിൽ യുദ്ധക്കളത്തിൽ അപ്രതീക്ഷിതമായി ശത്രുക്കളുടെ ഭാഗത്ത് നിന്നൊരു അറ്റാക്ക് ഉണ്ടായപ്പോ അവർ പിന്തിരിഞ്ഞോടുകയും യുദ്ധക്കളത്തിൽ കുറച്ചു നേരത്തേക്കൊരു വല്ലാത്ത നാണം കെട്ട ഒരവസ്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ കുറെ ആളുകൾക്കുണ്ടാവുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്ന് അള്ളാഹു ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ഒരു വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴൊക്കെ ദുനിയാവിലേക്ക് അവൻ അങ്ങ് പൂണ്ടുപിടിക്കുകയും ദുനിയാവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തോ അങ്ങനെ പ്രാപിക്കുന്ന സമയത്ത് അവന്റെ ദീനും നശിക്കും, ദുനിയാവും നശിക്കും. എന്ന് പറഞ്ഞാൽ ദീന് വിട്ട് ദുനിയാവിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ ദുനിയാവിന്റെ നേട്ടവും നമ്മളെ തേടി വരാൻ സാധ്യതയില്ല. പാരത്രിക ജീവിതത്തിൽ ദീനിന്റേതായിട്ടുള്ള പുരോഗതി എന്തായാലും നമ്മിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. അതേസമയം അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ ദീനിന് ഒന്നാം സ്ഥാനം നൽകി ദുനിയാവിന് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്താലോ അള്ളാഹു ദുനിയാവിന്റെ നേട്ടവും കൊടുത്തേക്കും, പാരത്രിക ജീവിതത്തിൽ എന്തായാലും ഉന്നതമായ നേട്ടങ്ങൾക്ക് അവൻ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ സൂക്തത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചില ബന്ധങ്ങളെ ഉപേക്ഷിച്ചും ദീനിന്റെ പുരോഗതിക്ക് ഒന്നാം സ്ഥാനം നൽകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വ്യഥയും വേദനയും അതിന് പകരം അള്ളാഹു തആല വലിയ പ്രതിഫലവും സന്തോഷവും അവർക്ക് നൽകുമെന്ന ഗുഡ് ന്യൂസ് നൽകലാണ് വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകുന്ന സന്ദേശം. അതോടൊപ്പം ക്ഷമയോടുകൂടെ ഇത്തരം രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാവാൻ വിശ്വാസികൾക്ക് പ്രേരണ നൽകുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇவ்விധം ദീനിന് ഒന്നാം സ്ഥാനം നൽകി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം ഒരു വെളിപ്പാടകലെ നിങ്ങൾക്കുണ്ട്. അതേസമയം ദീനിന് രണ്ടാം സ്ഥാനം നൽകി നിങ്ങൾ കുടുംബത്തിന്റെ കൂടെ കൂടാനുള്ള പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുടുംബം ഉണ്ടായിക്കൊള്ളുന്നില്ല, അതേപോലെ തന്നെ ദീൻ ഉണ്ടാവണമെന്നില്ല എന്ന സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈമാറുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ഉണർത്തുന്നത്. ഇത് വിശ്വാസികൾ എല്ലായ്പ്പോഴും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അതായത് അള്ളാഹുവിൽ നിന്നാണ് സഹായങ്ങളെല്ലാം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. ഇത് വിശുദ്ധ ഖുർആൻ പലയിടത്തും നമ്മളെ ഉണർത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് സഹായങ്ങൾ യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന സഹായങ്ങൾ നമ്മിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു തആല വിവിധ വഴികൾ തുറന്നു തന്നിട്ടുണ്ട്. ആ വഴികളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ആ വഴികളെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ മുന്നിൽ കാണുന്നത്. ആ വഴികളിലേക്ക് നമ്മളെ നയിക്കുന്ന, അതിലൂടെ ഈ വിഷയം സക്സസ് ആക്കി തരുന്ന യജമാനനായ റബ്ബിന്റെ കഴിവും അവന്റെ കൺട്രോളും അവന്റെ ശക്തിയുമാണ് നമ്മൾ അവിടെ തിരിച്ചറിയേണ്ടത് എന്ന തവക്കുലിന്റെ വല്ലാത്തൊരു അർത്ഥശൈലിയിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ച് ഉയർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അങ്കുലി പരിമിതമായ മെമ്പേഴ്സ് വലിയ സംഖ്യയുണ്ടായിരുന്ന ശത്രുക്കളോട് വെറും കയ്യോടെ പൊരുതിയിട്ട് പോലും അല്ലാഹു തആല ബദറിലൊക്കെ വലിയ വിജയം മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചുവല്ലോ. അപ്പൊ അതിനെന്തേ മനസ്സിലായി? അതിന് മനസ്സിലായത് ഒരിക്കലും തന്നെ ആൾബലമല്ല എവിടെയും സത്യത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം എന്നാണ്. അതുകൊണ്ട് നമുക്ക് സത്യം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആ സത്യം വിജയിക്കാനും നിലനിർത്താനും ഏതെങ്കിലുമൊക്കെ കാരാക്കൂസ് കമ്പനികളെ കൂടി കൂട്ടിയുണ്ടാക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ അത്തരം ഒരു ഐക്യ സംഘം, ആ സംഘത്തെ കൊണ്ടുണ്ടാകുന്നതല്ല മുസ്ലിമീങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. മറിച്ച് ആദർശപ്പൊരുത്തമുള്ളവർ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ പറ്റും വിധത്തിലുള്ള ഈമാനികമായ പെർഫോമൻസ് പുറത്തെടുക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സഹായിക്കുന്നതാണ്. അല്ലാതെ അള്ളാഹു സഹായിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ ഈ ആൾബലം എന്തിനു കൊള്ളാം? ഇതാണ് അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് സമയത്തിന്റെ ലഭ്യതക്കനുസരിച്ച് ഈ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അതിന്റെ സംക്ഷിപ്തമായ ചരിത്രം നമുക്ക് അവസാനം പറയാം. എന്നിട്ട് അള്ളാഹു പറയാണെന്ത്? ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ. ധാരാളം യുദ്ധരംഗങ്ങളിൽ അള്ളാഹു തആല നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. നേരത്തെ ബദറും ഉഹദും ഒക്കെ ആ ഗണത്തിൽ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട, പരാമർശിക്കേണ്ട യുദ്ധരംഗങ്ങൾ തന്നെയാണല്ലോ.
അനുകൂലമായ സാഹചര്യങ്ങളൊന്നും തന്നെ വിശ്വാസികൾക്ക് അവിടെ ഒന്നുമില്ല. എന്നിട്ടും മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല വലിയ വിജയവും സന്തോഷവും നൽകിയിട്ടുണ്ട്. ഖന്തഖ് യുദ്ധത്തിന്റെ രംഗമെന്നൊക്കെ പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടങ്ങളാണ്. പക്ഷെ ആത്യന്തികമായ വിജയവും രക്ഷയും അവിടെ വിശ്വാസികളെ തന്നെ തേടിയെത്തുകയും നാണം കെട്ട് തോറ്റ് പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥയിലേക്ക് ശത്രുക്കൾ അവിടെയും എത്തിപ്പെടേണ്ട സാഹചര്യം അല്ലാഹു തആല ഉണ്ടാക്കി. പക്ഷെ ഹുനൈൻ യുദ്ധത്തിന്റെ രംഗമെന്ന് പറഞ്ഞാൽ എപ്പോഴാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പടയാളികളോടൊപ്പം മക്കയിലെത്തുകയും മക്ക ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാൻ ഒരു വലിയ മൽപ്പിടുത്തമോ അല്ലെങ്കിൽ പ്രതിരോധമോ നടത്താത്ത വിധം ശത്രുക്കൾ ഒതുങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാക്കി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മക്ക രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള വലിയ സന്തോഷത്തിന്റെ സാഹചര്യം അല്ലാഹു നൽകി. ഹിജറയുടെ 8-ാം കൊല്ലം റമദാനിലാണ് ആ സംഭവം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ സംഭവം കഴിഞ്ഞപ്പോ സ്വാഭാവികമായും ഇസ്ലാമിന്റേതായിട്ടുള്ള യശസ്സും അന്തസ്സും ഇസ്ലാമിന്റെ പ്രചാരവുമൊക്കെ അറേബ്യൻ ഉപദ്വീപിന്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായി അലയടിച്ചു. ഇസ്ലാമിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടിക്കൂടി വന്നു. മുസ്ലിമീങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഏതുവിധേനയും തകർക്കാനുള്ള പദ്ധതികളും പരിപാടികളും ഇട്ടുകൊണ്ട് ശത്രുക്കൾ ഇത്രയും കാലം പണിപ്പെട്ട് പ്രവർത്തിച്ചിട്ടും അവർക്ക് യാതൊരു റിസൾട്ടും ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരായി കൊഴിഞ്ഞുപോന്ന് ഇസ്ലാമിന്റേതായിട്ടുള്ള അംഗസംഖ്യ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ഇനി നബി തങ്ങളോടും അതേപോലെ തന്നെ വിശ്വാസികളോടും ഏറ്റുമുട്ടുന്നതും അവരോട് എതിർത്ത് നിൽക്കുന്നതും ബുദ്ധിയല്ല എന്ന തിരിച്ചറിവിലേക്ക്, ശരിയായ ബോധത്തിലേക്ക് അവരെത്തി. അങ്ങനെ 10,000 പടയാളികളോടൊപ്പം മക്കയിലേക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി പ്രഖ്യാപിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ പേരിനൊരു പ്രതിരോധത്തിന് പോലും സാധിക്കാത്ത വിധം ശത്രുക്കൾ അങ്ങേയറ്റം ബലക്ഷയം പറ്റിയവരായി തീർന്നിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. തൗഹീദിന്റെ നാശത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത പ്രദേശങ്ങൾ ഇപ്പൊ തൗഹീദിന്റെ ഈറ്റില്ലമായി വീണ്ടും പ്രഖ്യാപിക്കപ്പെടുന്ന സന്തോഷത്തിന്റെ സാഹചര്യം വന്നെത്തി. അങ്ങനെ വന്നപ്പോ ഇനി ഇസ്ലാമിനെ എതിർത്ത് നിൽക്കുന്നതല്ല ബുദ്ധി, ഇതിന്റെ കൂടെ കൂടുന്നതാണ് ശരിയെന്ന് മൊത്തത്തിൽ സമൂഹം മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായ ആളുകൾ ഒഴുകിയെത്തുകയും ചെയ്തു. എന്നാൽ അറേബ്യൻ സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളിൽപ്പെട്ട ഹവാസിൻ ഗോത്രക്കാർ, അതേപോലെ സഖീഫ് ഗോത്രക്കാർ തുടങ്ങിയിട്ടുള്ള തായിഫിന്റെ പ്രദേശങ്ങളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവർക്ക് റസൂലുള്ളാഹിയോടും അതേപോലെ ഇസ്ലാമിനോടുമുള്ള എതിർപ്പും ശത്രുതയും അത് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. ഞങ്ങൾ തോറ്റുകൊടുക്കില്ല, ഞങ്ങൾ പൊരുതും മുഹമ്മദ് നബിക്കെതിരെ, ഞങ്ങൾ തർക്കിക്കും ഇസ്ലാമിനെതിരെ, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന അഹങ്കാരത്തിന്റെ വല്ലാത്തൊരു ശൈലി അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മുസ്ലിംകളോടും എതിർക്കാൻ അവരാവശ്യമായിട്ടുള്ള സൈനിക കോപ്പുകൂട്ടുന്ന തിരക്കിലേക്ക് നീങ്ങി. അങ്ങനെ അവർ ശത്രു സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു പോരാട്ടത്തിനൊരുങ്ങി മക്കയുടെ ഭാഗത്തേക്ക് വരാനുള്ള പരിപാടിയിട്ടു എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നാ പിന്നെ അവരെങ്ങോട്ട് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് വന്ന അൻസാറുകളും മുഹാജിറുകളുമാകുന്ന 10,000 പടയാളികളും മക്കം ഫത്ഹ് നടന്നപ്പോൾ ഇസ്ലാമിലേക്ക് കയറി വന്നിട്ടുള്ള ധാരാളം ആളുകളിൽ നിന്ന് 2,000 പേരും, അങ്ങനെ 12,000 ആളുകളാണ് മുസ്ലിങ്ങളുടെ പക്ഷത്ത് സംഘത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ഇസ്ലാമിലേക്ക് ഇപ്പൊ കടന്നു വന്നിട്ടുള്ളവരുടെ കൂട്ടത്തിൽ എല്ലാവരും മനസ്സിൽ ഈമാൻ ഉറച്ചവരല്ല, മറിച്ച് ഭാഗ്യാന്വേഷികൾ ആ കൂട്ടത്തിലുണ്ട്. അതായത് ഇനിയിപ്പോ ഇസ്ലാമിനെ എതിർത്ത് നിൽക്കുന്നത് ബുദ്ധിയല്ല, ഒപ്പം നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റാം എന്ന് ശ്രമിച്ചു നോക്കാം. മനസ്സിലേക്ക് വിശ്വാസം കയറിയിട്ടുമില്ല, ഈമാൻ അവരുടെ ഹൃദയത്തിൽ എത്തിയിട്ടുമില്ല. കാപഢ്യത്തിന്റെ മുഖംമൂടി ധരിച്ചുകൊണ്ടുള്ള ചിലരും ആ കൂട്ടത്തിലുണ്ട്. ഏതായാലും ആ 2,000 ആളുകളുടെ കൂട്ടത്തിൽ പലരും യുദ്ധത്തിന് ആത്മാർത്ഥമായി റെഡിയായവരോ ത്യാഗസന്നദ്ധതയുള്ളവരോ ആയിരുന്നില്ല. ഇത്രയൊക്കെ വിജയവും സന്തോഷവും മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ആർക്കും ഇസ്ലാമിനെ തകർക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഇനി ഇതിനെ കൂടെ കൂടിയിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അടിച്ചുമാറ്റാമെന്ന് ചിന്തിച്ച ദുഷ്ടലാക്കുള്ള ചിലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ ഓട്ടത്തിന്റെയൊക്കെ ഉദ്ഘാടനം അത്തരക്കാരാണ് നിർവഹിക്കുന്നത്.
പക്ഷെ ഒരു ജനക്കൂട്ടം ഒന്നിച്ച് നീങ്ങുന്നതിനിടക്ക് പെട്ടെന്നുണ്ടാകുന്ന ഓട്ടത്തിൽ എന്തു നടക്കുന്നു എന്നറിയാതെ ബാക്കിയുള്ളവർ കൂടി ഓടിപ്പോവുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, ഹുനൈനിൽ ഓട്ടമുണ്ടാകുന്നത്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഹുനൈനിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വരുമ്പോ ആ വരുന്ന പ്രദേശങ്ങളിൽ നല്ല കൃഷിയിടങ്ങളുള്ള പ്രദേശങ്ങളാണ് അവിടെയൊക്കെ. ആ കൃഷിയിടങ്ങളിൽ പതിയിരുന്ന് ഒരേ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് നേരെ ഒരു അപ്രതീക്ഷിതമായ അറ്റാക്ക് ശത്രുക്കൾ ഒന്നിച്ച് നടത്തുകയും പ്രഭാത സമയത്ത് അപ്രതീക്ഷിതമായി ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ പരിഭ്രമിച്ചു പോയവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ഒരു ടീം ഓടുമ്പോ പിന്നെ അപ്പുറത്തുള്ള ആളുകൾ എന്താ സംഭവം എന്ന് മനസ്സിലാക്കണില്ല, അവരും പിന്നാലെ ഓടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും മെമ്പർമാരും, ആ മെമ്പർമാരുടെ എണ്ണം സംബന്ധമായി വിവിധ റിപ്പോർട്ടുകളുണ്ട്, എന്തായാലും 100ൽ താഴെയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ കൂടെ തന്നെ ഉറച്ചു നിന്നു. അപ്പൊ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്, ഹലുമ്മു ഇലയ്യ അന റസൂലുള്ളാഹ്, ഓ സഹാബത്തെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാനിവിടെയുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്തിരിഞ്ഞോടുന്ന സമയത്ത് ഇതൊന്നും അവരുടെ ചെവിയിലേക്ക് എത്തുന്നില്ല. അവസാനം അബ്ബാസ് എന്നവർ നല്ല ഉയർന്ന ശബ്ദമുള്ളവരാണ്. അവർ ഉറക്കെ ഒരു സംഗതി വിളിച്ചു പറഞ്ഞാൽ മൈലുകൾ ദൂരേക്ക് ആ ശബ്ദം എത്തിക്കാൻ സാധിക്കുന്ന അത്രയും ഉയർന്ന ശബ്ദത്തിന്റെ ഉടമയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ അബ്ബാസ് എന്നവരോട് റസൂലുള്ളാഹി വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു. അബ്ബാസ് എന്നവർ മുഹാജിറുകളെയും അൻസാറുകളെയും, പ്രത്യേകിച്ചും ഹുദൈബിയ സന്ധ്യയുടെ ദിവസം മരത്തിന്റെ ചുവട്ടിൽ ബൈഅത്ത് ചെയ്ത ചുണക്കുട്ടികളെയും ഒക്കെ പ്രത്യേകിച്ച് അഡ്രസ് ചെയ്തുകൊണ്ട് അവരൊക്കെ വിളിച്ചു. ആ വിളി അവരുടെ എല്ലാവരുടെയും കാതുകളിലെത്തുകയും വിളി കേട്ടവരൊക്കെ നിമിതങ്ങളുടെ അടുത്തേക്ക് തിരിച്ചോടിയെത്തുകയും നിമിഷ നേരം കൊണ്ടൊരു വലിയ സംഖ്യക്കുള്ള ജനങ്ങൾ ഒത്തുകൂടി ഈ നഷ്ടപ്പെട്ട ഫോം തിരിച്ചുപിടിച്ച് ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ രംഗത്ത് അതിശക്തമായി മുസ്ലിമീങ്ങൾ മുന്നോട്ടു പോവുകയും ആത്യന്തികമായ വിജയം അവർ കൈവരിക്കുകയും ചെയ്തു. എന്നാൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആളുകൾ വാസ്തവത്തിൽ അവർ മാത്രമല്ല, അവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ, കുട്ടികളെ, അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ, കന്നുകാലികളെ അടക്കം എല്ലാം തെളിച്ചാണ് അവരുടെ സൈന്യത്തിന്റെ നേതാവ് യുദ്ധക്കളത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ശത്രുക്കൾ അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടാണ് അവർ യുദ്ധക്കളത്തിലേക്ക് വന്നത്. അങ്ങനെ ആ യുദ്ധക്കളത്തിലേക്ക് അവർ വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രവർത്തനത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന മാലിക് ബിൻ ഔഫ് നസ്രി എന്ന് പറയുന്നയാൾ, അദ്ദേഹം സ്ത്രീകളെയും കുട്ടികളൊക്കെ കൂട്ടി വരുമ്പോ വഴിയിൽ വെച്ച് ഇവരുടെയൊക്കെ ശബ്ദം കേട്ട സമയത്ത് ദുറൈദ് ബിൻ സിമ്മത്തുൽ ജുഷമി എന്ന് പറയുന്ന ഒരു വയസ്സായ മനുഷ്യൻ, യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആ വയസ്സനായ ആള്, അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് എന്ന്. അതായത് ഒട്ടകത്തിന്റെ കരച്ചിൽ കേൾക്കുന്നു, കഴുതയുടെ മോങ്ങല് കേൾക്കുന്നു, കുട്ടികളുടെ അട്ടഹാസം കേൾക്കുന്നു, ആടുകളുടെ കലവില ശബ്ദം കേൾക്കുന്നു, പശുക്കളുടെ ഓരിയിടൽ കേൾക്കുന്നു. ഇങ്ങനെ തുടങ്ങി എല്ലാ ജീവികളുടെയും ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ ഈ ദുറൈദ് ബിൻ സിമ്മ എന്ന് പറയുന്ന ഈ വയസ്സൻ ചോദിച്ചു, മാലക്, എന്താണ് ഈ നിങ്ങൾക്ക് പറ്റിയത്? ഈ യുദ്ധത്തിന്റെ സൈന്യ നായകനായിട്ടുള്ള മാലിക് ബിൻ ഔഫ് അൻ നസ്രി എന്ന് പറയുന്ന ആളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്തു പറ്റി? ഇങ്ങനെയൊക്കെ ഈ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഇതിൽ കൂട്ടിക്കൊണ്ടത് എന്തിനാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത് യുദ്ധക്കളത്തിൽ ഓരോ ചെറുപ്പക്കാരന്റെയും പിന്നിൽ അവരുടെ സൈന്യത്തിലുള്ള, അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ കൂടെയുള്ള സമ്പത്തോടെ നിർത്തിക്കൊടുത്താൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ അവർ യുദ്ധത്തിൽ ഉറച്ചു നിന്നോളും മരണം വരെ, അതിനുവേണ്ടി എടുത്ത തന്ത്രമാണ് പറഞ്ഞു. അപ്പൊ ദുറൈദ് പറഞ്ഞു, ഒരിക്കലും നീ ചെയ്തത് ബുദ്ധിയല്ല. കാരണം എന്താ, പിന്തിരിഞ്ഞോടുന്ന ഒരാള് പിന്നെ അപ്പുറത്താരാളുള്ളത് നോക്കൂല, ഓന്റെ തടിയെടുക്കണ പരിപാടിയിലുണ്ടാവുക. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ സത്യത്തിൽ ആ സൈന്യത്തിൽ നല്ല വാളും കുന്തുമായിട്ട് ആയുധ പരിശീലനം കിട്ടിയിട്ടുള്ള ചെറുപ്പക്കാർ, തന്റെ ഉള്ളവര്, നല്ല ചങ്കുറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കൊണ്ടില്ലാതെ ഈ പെണ്ണുങ്ങളും കുട്ടികളും പിന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് ആളുകൾ ഓടാതിരിക്കൂല. ഇനി നിങ്ങൾക്ക് അവിടെ പരാജയം വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ കുടുംബത്തിന്റെയും സമ്പത്തിന്റെയൊക്കെ മുന്നിൽ നിങ്ങൾ വഷളാകുന്ന അവസ്ഥയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് അവരൊക്കെ തിരിച്ച് നാട്ടിൽ തന്നെ പറഞ്ഞേക്കണമെന്ന് ദുറൈദ് പറഞ്ഞു നോക്കി. പക്ഷേ
മാലിക് ബിൻ ഔഫ് പറഞ്ഞു, വല്ലാഹി ലാ അഫ്അലു ദാലിക ഇന്നക ഖദ് കബറത് ഇന്നക ഖദ് കബുർത വകബറ അഖലുക്. നിങ്ങൾ വയസ്സനായി, നിങ്ങളെ മൈൻഡൊന്നും ഇപ്പൊ വർക്ക് ചെയ്യണില്ല, അതൊക്കെ അടിച്ചു പോയിക്കണ്, നിങ്ങൾ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നോളൂ, അവരൊന്നും തിരിച്ചയക്കണില്ല, ഞാൻ യുദ്ധത്തിന്റെ തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞ് അഹങ്കാരം പറയുകയാണ് ചെയ്തത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാവരും കൂടെ വന്നു എന്ന് കേട്ടപ്പോ തന്നെ അതൊക്കെ നാളെ മുസ്ലിമീങ്ങൾക്കുള്ള ഗനീമത്ത് സ്വത്താണെന്ന് മുത്തനബി നേരത്തെ പ്രഖ്യാപിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഈ സൈന്യം കൂടിയപ്പോ, ആൾബലം കൂടിയപ്പോ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഇന്നെന്തായാലും നമ്മൾ തോൽക്കൂലാണ്. അപ്പൊ അള്ളാഹു തആല ഒരു ടെക്സ്റ്റ് ഡോസ് കൊടുത്തതാണ് എന്ത്, അവരെ അള്ളാഹു തആല ആൾബലം കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റൂല എന്ന് അള്ളാഹു കാണിച്ചു തന്നു. അതാണ് ഫലം. ഇത് അജബത്തുക്കും കസറത്തുക്കും നിങ്ങളുടെ വർധനവ് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ സന്ദർഭം. ഫലം തോന്നിയാങ്കും അത് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കി തന്നില്ല. വലാഖത്ത് അലൈക്കുമുല്ലാഹു ബിമാ റഹബത്ത്, ഭൂമി വിശാലമായതോടുകൂടെ ആ ഭൂമി നിങ്ങളുടെ മേൽ കുടുസായി. ഓടാൻ സ്ഥലം മതിയാവണില്ല വിശാലമായ ഭൂമിയിൽ. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞോടി. അതിനുശേഷം സുമ്മ അൻസലല്ലാഹു സക്കീനത്തഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, അള്ളാഹു അവന്റെ ദൂതന്റെയും വിശ്വാസികളുടെ മേലിൽ അവന്റെ സമാധാനം ഇറക്കി. അതായത് റസൂലുള്ള സേഫാണെന്നും തങ്ങളവിടെ നിന്നൊക്കെ പതുക്കെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും തിരിച്ചു വന്നു. അങ്ങനെ വാൻസല ജുനൂദല്ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യത്തെ മലക്കുകൾ അല്ലാഹു തആല ഇറക്കി. വഅദബല്ലദീന കഫറു, സത്യനിഷേധികൾ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്തു, അത് അവർ പരാജയപ്പെട്ടു. വദാലിക ജസാഉൽ കാഫിരീൻ, സത്യനിഷേധികളുടെ പ്രതിഫലം അങ്ങനെ തന്നെയാണ്. സുമ്മ യതൂബുല്ലാഹു മിൻ ബഅദി ദാലിക അലാ മൻ യശാ, അതിനുശേഷം അള്ളാഹു ഉദ്ദേശിച്ചവരുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന പലരും പിന്നീട് നബിതങ്ങളുടെ മുന്നിൽ വന്ന് സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങുകയും പശ്ചാത്തപിച്ച് മുസ്ലിങ്ങളാവുകയും ചെയ്തു. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല വല്ലാതെ പൊറുക്കുന്നവനും അടിമകളോട് വലിയ കാരുണ്യം കാണിക്കുന്നവനുമാകുന്നു. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, റബ്ബിന്റെ സഹായമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനു പറ്റിയ പരുവത്തിലേക്ക് ആത്മീയമായി നമ്മൾ ഉയരുകയാണ് വേണ്ടത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.